മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. കോട്ടപ്പുറം കിഡ്സിൽ RBI സാമ്പത്തിക സാക്ഷരതാ സെമിനാർ നടത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സാക്ഷരതാഘോഷത്തിന്റെ ഭാഗമായി ബ്ലൂ പേൾ FFPOയും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി സാമ്പത്തിക സാക്ഷരതാ സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് കാർഷിക ലോണുകളിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ. തൃശൂർ നബാർഡ് DGO ഓഫീസ് സെബിൻ ആന്റണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇല്ല. ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ രാജ്യത്തെ കർഷകർ കൃഷി ചെയ്യും. അവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ നല്ല വിളവുണ്ടാക്കും, അത് മാർക്കറ്റിൽ പോയി വിൽക്കും, കാശ് കിട്ടും. പക്ഷെ അവർക്ക് കിട്ടിയ കാശ് നിങ്ങളുടെ ചെലവിനേക്കാളും കൂടുതലാണോ എന്ന് ആരും നോക്കില്ല. കയ്യിൽ കാശ് കിട്ടി, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി എന്നുള്ളൊരവസ്ഥയാണ്. അതായത് കൃഷിക്കാരൻ എപ്പോഴും, നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരൻ എപ്പോഴും അവരുടെ ഈൽഡിനെ പറ്റിയിട്ട് മാത്രമാണ് ബോധേഡായിട്ടുള്ളൂ. എന്തോരം വിളവ് കിട്ടും എന്നുള്ളതിന് മാത്രമേ ബോധേഡായിട്ടുള്ളൂ. പലപ്പോഴും ആ വിളവ് കിട്ടി, പക്ഷെ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ലാഭം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാനാണ്. പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് അല്ലാത്ത ഒരു സംരംഭവും നിലനിൽക്കില്ല. നിങ്ങൾ എന്ത് സംരംഭം തുടങ്ങിക്കോ, അതിപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് ആയിക്കോ, അല്ലെങ്കിൽ ഒരു ടൈലറിംഗ് കട ആയിക്കോ, ഒരു ബ്യൂട്ടി പാർലർ ആയിക്കോ, സാധാരണ ഒരു ഗ്രോസറി സ്റ്റോർ ആയിക്കോ, പച്ചക്കറി കട ആയിക്കോ, വാട്ട് എവർ ഇറ്റ് ഈസ്, കൃഷി ആയിക്കോ, അതിന് ലാഭം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാപനം നിലനിന്ന് പോകില്ല. നിങ്ങൾ കൊടുങ്ങല്ലൂർ ടൗണിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. 1-2 കൊല്ലം കൂടും, 3ാമത്തെ കൊല്ലം ചിലപ്പോൾ ഷട്ടർ ഇട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംരംഭവും നടപ്പിലാവില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ലാഭം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു ഇഷ്യൂ ആണ് നമ്മുടെ രാജ്യത്ത്. ബാങ്ക് കാർഷിക വായ്പകളുമായി ബന്ധപ്പെട്ട കർഷകർ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ, പലിശ നിരക്കുകൾ, തിരിച്ചടവിലെ ബുദ്ധിമുട്ടുകൾ, സർക്കാർ പിന്തുണ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. സെമിനാറിന് ബ്ലൂ പേൾ FAPO ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ സ്റ്റെല്ല മാരിസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തി. തുടർന്ന് അഴീക്കോട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ EB സുമിത ഗവൺമെന്റ് ഫിഷറീസ് സ്കീം അവതരിപ്പിച്ചു. മത്സ്യബന്ധന മേഖലയിലെ സാമ്പത്തിക അവസരങ്ങളും സഹായ പദ്ധതികളും വിശദീകരിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ EK അജയ് മുഖ്യപ്രഭാഷണം നടത്തി. മതിലകം FLC അരുൺ പത്മനാഭൻ സൈബർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡിജിറ്റൽ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിച്ചു. ഫാദർ വിനു പീറ്റർ പടമാട്ടുമൽ നന്ദി പറഞ്ഞു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.